ഹായ് ഫ്രണ്ട്സ്, എക്സ്ട്രീം വേവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മൊവാവി വീഡിയോ എഡിറ്റർ പ്ലസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു വീഡിയോയുടെ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം ബ്ലർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു പ്രത്യേക പോർഷൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. ജസ്റ്റ് ഒരു ക്ലിപ്പ് ഞാൻ എൻ്റെ ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാണ് ക്ലിപ്പ്. ഞാനപ്പോൾ ഇതിൽ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം ഒന്ന് ബ്ലർ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ക്ലിപ്പ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, മോർ ടൂൾസിൽ വരിക, ഹൈലൈറ്റ് ആൻഡ് കൺസീൽ ഈ മെനു എടുക്കുക. ജസ്റ്റ് ഞാൻ കൺസീൽ എടുക്കുകയാണ്. കൺസീൽ എടുത്തിട്ട് ഏത് ഭാഗമാണോ എനിക്ക് ബ്ലർ ചെയ്യേണ്ടത് ആ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. ഈ സ്ക്വയർ ഒന്ന് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതിപ്പോൾ ഡീഫോൾട്ടായിട്ട് സ്ക്വയർ ഷേപ്പാണ്. മറിച്ച് എനിക്കൊരു റൗണ്ട് ഷേപ്പിലാണ് ബ്ലർ ചെയ്യാനുണ്ടെങ്കിൽ ഈ എലിപ്റ്റിക്കൽ മാസ്ക് സെലക്ട് ചെയ്താൽ മതി. അതിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ആയിട്ടുള്ളത്. ഈ പോർഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇതിപ്പോൾ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് ബ്ലറായിട്ടുള്ളത്. പല പല രീതിയിലുള്ള ബ്ലർ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതൊരു ഓപ്ഷനാണ്. ഇങ്ങനെ ഈ മെത്തേഡിൽ ബ്ലറാവും. ഇത് മറ്റൊരു മെത്തേഡാണ്. ഡാർക്കായി മാറും ആ ഏരിയ അത്രയും. ഇത് പിക്സൽസ് എന്ന് പറഞ്ഞ മെത്തേഡാണ്. ഇത് മാറ്റാണ്. ഇത് ബ്ലറാണ്. ഈ മൂന്ന് ഫോർമാറ്റിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ പോർഷൻ ബ്ലർ ചെയ്യാൻ സാധിക്കും. ഒപ്പാസിറ്റി എല്ലാം ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒപ്പാസിറ്റി സെലക്ട് ചെയ്യുക. ഞാനിവിടെ 100% വെച്ചേക്കുകയാണ്. ഫെദറിങ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ ഔട്ട്ലൈൻ, ഈ ഔട്ട്ലൈൻ ടിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബ്ലർ ചെയ്തിരിക്കുന്ന പോർഷന് ചുറ്റുമായിട്ട് ഒരു ഔട്ട്ലൈൻ ഉണ്ടാകും. ഞാൻ ഔട്ട്ലൈൻ ഓഫ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ പോർഷൻ നമ്മൾ മൊവാവി ഉപയോഗിച്ച് കൺസീൽ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ പോർഷൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് ജസ്റ്റ് കൺസീൽ ഒന്ന് റിമൂവ് ചെയ്യാം. അതിനായിട്ട് ക്ലിപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്ലൈഡ് എഫക്ട്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ വരും. കൺസീൽ എന്നുള്ള ക്ലോസ് ചെയ്യുന്നു. കൺസീൽ റിമൂവ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും ക്ലിപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. മോർ ടൂൾസിൽ പോകുന്നു. ഹൈലൈറ്റ് ആൻഡ് കൺസീൽ എടുക്കുന്നു. ഹൈലൈറ്റ് സെക്ഷൻ എടുക്കാം. ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം ഹൈലൈറ്റ് കാണിക്കാനാണ് ഞാൻ ഈ ബോക്സ് ഡ്രാഗ് ചെയ്തത്. ഈ ബോക്സിനകത്ത് വരുന്ന ഏരിയ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. ഒരു എക്സാമ്പിൾ ഇപ്പോൾ പ്ലേ ആക്കുമ്പോൾ കണ്ടില്ലേ, വീഡിയോയുടെ ബാക്കി റീജിയൻ അതെല്ലാം ഒരു ഡാർക്ക് ഷെയ്ഡായിരിക്കും. ഇപ്പോൾ നമുക്ക് ആ ഷെയ്ഡ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ഷെയ്ഡ് നമുക്കൊന്ന് മാറ്റി നമുക്ക് ജസ്റ്റ് ബ്ലർ എഫക്റ്റ് കൊടുക്കാനും പറ്റും. ബ്ലർ എഫക്റ്റ് സെലക്ട് ചെയ്തു. ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റീജിയന് പുറത്തുള്ള ഭാഗമെല്ലാം ബ്ലർ എഫക്റ്റ് വന്നിട്ടുണ്ട്. ഒപ്പാസിറ്റി ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക്. ഇതിപ്പോൾ 50%ലാണ് ഇരിക്കുന്നത്. ഞാൻ 100 ആക്കി. ഇതിപ്പോൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് റെക്റ്റാങ്കുലർ ഷേപ്പിലാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് ആക്കാം. ഞാൻ എലിപ്റ്റിക്കൽ ഷേപ്പ് സെലക്ട് ചെയ്തു ഡ്രാഗ് ചെയ്ത് നമ്മുടെ റീജിയൻ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെയാണ് മൊവാവി വീഡിയോ എഡിറ്റർ പ്ലസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു വീഡിയോയുടെ പർട്ടിക്കുലർ പോർഷൻ കൺസീൽ ചെയ്യുന്ന മെത്തേഡും അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്ന മെത്തേഡും. അപ്പോൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പഴയ പോലെ തന്നെയാണ്. എക്സ്പോർട്ടിൽ വരിക, എക്സ്പോർട്ട് വീഡിയോ എടുക്കുക. വിവിധ ഫോർമാറ്റ്സ് കാണിക്കുന്നുണ്ട്. ഞാൻ MP4 ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. MP4 എടുക്കുന്നു. ക്വാളിറ്റി ഹൈയസ്റ്റ് കൊടുക്കുന്നു. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ എക്സ്പോർട്ട് ആകും. മൊവാവി വീഡിയോ എഡിറ്റർ പ്ലസിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോസ് ഉടനെ തന്നെ ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക. ഞാൻ ഉടനെ തന്നെ റിപ്ലൈ നൽകുന്നതായിരിക്കും.